ഇവിടെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 1, 3, 5 അപ് ടു 99 വരെയുള്ള സമ്മ് കാണാനാണ്. അതായത് ഒറ്റ സംഖ്യകളുടെ, അതായത് ഓഡ് നമ്പേഴ്സിൻ്റെ സമ്മ് കാണാനാണ്. നമുക്ക് സമ്മ് കാണാനുള്ള ഇക്വേഷൻ അറിയാം. n/2 ഇൻറ്റു ഫസ്റ്റ് ടൈം പ്ലസ് ലാസ്റ്റ് ടൈം അല്ലേ, ഓർ എന്ത് ടൈം. ഇതാണ് സമ്മ്, തുക കാണാനുള്ള ഇക്വേഷൻ. ഇവിടെ ഫസ്റ്റ് ടൈം 1 ഉണ്ട്, ലാസ്റ്റ് ടൈം 99 ഉണ്ട്. പക്ഷേ എത്ര ടൈം ഉണ്ടെന്ന് നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് അത് മനസ്സിലാവില്ല. കാരണം 1, 3, 5, 7 അങ്ങനെ 99 വരെ കയ്യിൽ എണ്ണി നോക്കുക ബുദ്ധിമുട്ടാണ്. അപ്പം നമ്പർ ഓഫ് ടൈംസ് കാണാനൊരു ഇക്വേഷൻ ഉണ്ട്, അതൊന്ന് അറിഞ്ഞിരിക്കണം. നമ്പർ ഓഫ് ടൈംസ് അഥവാ എണ്ണി കാണാനുള്ള ഇക്വേഷൻ ലാസ്റ്റ് ടൈം മൈനസ് ഫസ്റ്റ് ടൈം ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് 1. ഇതാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ എത്ര ടൈം ഉണ്ടെന്നൊന്ന് കണ്ടുപിടിക്കാം. ലാസ്റ്റ് ടൈം 99 മൈനസ് ഫസ്റ്റ് ടൈം 1 ബൈ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് 2 ആണ് പ്ലസ് 1. പ്ലസ് 1 ലാസ്റ്റ് കൂട്ടിയാൽ മതി. 99 നിന്ന് പോയാൽ 98 ബൈ 2 പ്ലസ് 1. 98ൻ്റെ പകുതി 49 ഒന്നുകൂടെ കൂട്ടിയാൽ 50. അപ്പോൾ ഇവിടെ n എന്ന് പറയുന്നത് 50 ആണ്. n = 50 ആണ്. സോ n/2 എന്ന് പറയുമ്പോൾ 50/2 ഇൻറ്റു ഫസ്റ്റ് ടൈം 1 പ്ലസ് ലാസ്റ്റ് ടൈം 99. അതായത് 25 ഇൻറ്റു 100. 25 ഇൻറ്റു 100 2500. ആൻഡ് ഫൈനൽ ക്വസ്റ്റിലേക്ക് വന്നാൽ ഇവിടെ n എത്രയാണ്? നമുക്ക് ഇതേ ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കുക. 200 മൈനസ് 2 198 ബൈ കോമൺ ഡിഫറൻസ് 2 ആണ് പ്ലസ് 1. 198ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 99 വരെ അല്ലേ. 99 പ്ലസ് 1 100 ടൈം ഉണ്ട്. സോ 100/2 ഇൻറ്റു ഫസ്റ്റ് ടൈം 2 പ്ലസ് ലാസ്റ്റ് ടൈം 200. അതായത് 50 ഇൻറ്റു 202. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടുമോ അതായിരിക്കും ഇവിടുത്തെ സമ്മ്.